Hi friends, welcome to Max Class. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. അതായത് 3rd, 4th, 5th, 6th, 7th ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ 3rd ക്വസ്റ്റ്യൻ. സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Prove that the arithmetic sequence with the first term 1/3 and common difference 1/6 contain all natural number. അതായത് ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 1/6 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കുക. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം, അതായത് ആദ്യ പദം 1/3 ആണെന്നും അതിൻ്റെ പൊതുവ്യത്യാസം, അതായത് ഈ സീക്വൻസിന്റെ ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 1/6 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സീക്വൻസിൽ, ഇപ്പൊ നമുക്കിവിടെ ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആദ്യ പദവും പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും, അതായത് എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നമുക്ക് ആദ്യം ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജഗണിത രൂപം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇത് പഠിച്ചതാണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? അതിന് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താന്ന് ഓർക്കുന്നുണ്ടോ? xn = dn + f - d. ഞാനൊന്ന് എഴുതാം. xn = dn + f - d. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ് d എന്ന് പറഞ്ഞാൽ? കോമൺ ഡിഫറൻസ്. f എന്താണ്? ഫസ്റ്റ് ടേം. n എന്താണ്? n xn. ഇവിടെ xn-ലും ഉണ്ട് ഒരു n, ഇവിടെ ഉണ്ട് n. എന്താണ് n എന്ന് പറഞ്ഞാൽ? nth ടേം അല്ലെങ്കിൽ n-ാം പദം അല്ലെ? ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ nth ടേമിനൊക്കെ നമുക്ക് n അറിയില്ല. അപ്പൊ ഈ ഒരു സീക്വൻസിന്റെ ഈ ആൾജിബ്രായിക് ഫോം നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്തിന്റെ ആ സീക്വൻസിൽ ഏത് ടേം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെ? ഈ n-ന് അപ്പോൾ നമുക്കിപ്പോ 10th ടേം കാണണമെങ്കിൽ n-ന് പകരം നമ്മൾ 10 കൊടുക്കും. 15th ടേം കാണണമെങ്കിൽ n-ന് എന്ത് കൊടുക്കും? 15 കൊടുക്കും. സോ അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഇക്വേഷനിൽ ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിത് സോൾവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ആൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പറയൂ, എന്ത് വരും? d എന്താണ്? കോമൺ ഡിഫറൻസ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 1/6. 1/6 n പ്ലസ് f ഫസ്റ്റ് ടേം എന്താണ്? 1/3. 1/3 മൈനസ് d കോമൺ ഡിഫറൻസ് 1/6. സോ നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 1/6 n പ്ലസ് 1/3 മൈനസ് 1/6. ഇവിടെ നമ്മൾ ഇതിന്റെ LCM എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 1 6 മൈനസ് 3 ഡിവൈഡഡ് ബൈ 18. ഓക്കെ, equal to 1/6 n plus 6 minus 3 divided by 18.
ഈക്വൽ ടു 1/6n ഇതേപോലെ എഴുതി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കാം അല്ലേ. എങ്ങനെ വരും? നമുക്ക് ഇതിനെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ നമുക്ക് എന്ത് വരും? 3 ഡിവൈഡഡ് ബൈ ഒന്ന് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ 3 ഇവിടെ 1 എന്ന് വരും. 18 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. സോ 1/6 എന്ന് എഴുതാം പ്ലസ് 1/6. ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ രണ്ടും, അതായത് നോക്കൂ ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ എന്ത് ചെയ്യാം? ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ n+1 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഇതാണ് ഈ ഒരു സീക്വൻസിന്റെ ബീജഗണിത രൂപം. Therefore, നമുക്ക് ഈ ഒരു സീക്വൻസിന്റെ ബീജഗണിത രൂപം കിട്ടി. എന്താണ്? xn ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ 6. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു സീക്വൻസിൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എല്ലാ എണ്ണൽ സംഖ്യകളും ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1, 2, 3, 4, 5, 6 അങ്ങനെ പോകും അല്ലെ. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ഈ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ ഈ ഒരു സീക്വൻസിലെ ടേമുകളാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യും? നമുക്ക് ഇതിന്റെ xn അറിയാം, അതായത് ഓൾജിബ്രൈക് ഫോം അറിയാം. ഈ xnന് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? 1, 2, 3 അങ്ങനെ വാല്യൂസ് കിട്ടിയാൽ മതി. അതായത് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് n+1 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3, 4 അങ്ങനെ ആൻസേഴ്സ് കിട്ടണം. സോ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. n+1 ഡിവൈഡഡ് ബൈ 6 ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്നിന് ഒരു വാല്യൂ കൊടുക്കണം. എന്നിന് ആ വാല്യൂ കൊടുത്തിട്ട് അതേ +1 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് നമുക്ക് ആൻസർ 1 എന്ന് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഈ എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? നോക്കൂ, ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ്? 6 ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് വരണം? ഈ n+1 എന്നുള്ള സ്ഥാനത്ത്, ഇതാ ഈ ഒരു സ്ഥാനത്ത് n+1 എന്നുള്ള ഈ ഒരു സ്ഥാനത്ത് 6 എന്ന് വരണം അല്ലെ. അങ്ങനെ 6 വന്നാലാണ് നമുക്ക് 6 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 1 എന്ന് വരാം. സോ ഇവിടെ 6 വരണമെങ്കിൽ ഈ n ഏത് വാല്യൂ കൊടുക്കണം? n ഈക്വൽ ടു ഏത് വാല്യൂ കൊടുക്കണം? 5. അപ്പൊ നമ്മൾ n ഈക്വൽ ടു 5 എന്ന് കൊടുത്താ നമുക്ക് എന്ത് വരും? ഈ xnന്റെ വാല്യൂ എന്ത് വരും? xn ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പൊ എന്ത് വരും? എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് 5 എന്ന് കൊടുക്കാം. അപ്പോൾ 5+1 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 6/6 ഈക്വൽ ടു 1. സോ xn ഈക്വൽ ടു എന്ത് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടിയില്ലേ. അപ്പൊ നാച്ചുറൽ നമ്പർ ഫസ്റ്റ് 1 എന്തുണ്ട്? ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്പർ, അതായത് നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 2 ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് കണ്ടുപിടിക്കണം. സോ അതെങ്ങനെ ചെയ്യാം? നമുക്ക് ഈ n+1 എന്നുള്ള സ്ഥാനത്ത് ഏത് സംഖ്യ വരേണ്ടി വരും? 12 വന്നാലാണ് 12/6 ചെയ്താൽ നമുക്ക് 2 എന്ന ആൻസർ കിട്ടുള്ളൂ അല്ലെ. 12/6 എന്താണ്? 2. ആ 2 കിട്ടാൻ നമുക്ക് ഇവിടെ 12 എന്ന് വരണം. ഈ n+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ n+1ന്റെ സ്ഥാനത്ത് 12 എന്ന് കിട്ടണം. അത് എങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്ക് ഈ എന്നിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഇവിടെ ഈ n+1 എന്നുള്ളിടത്ത് 12 ആവുക? n ഈക്വൽ ടു 11. അപ്പോൾ n ഈക്വൽ ടു 11 എന്ന് കൊടുത്താൽ നമുക്ക് 11 + 1 എന്ത് വരും? 12 വരും. 12/6 2 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ xn ഈക്വൽ ടു 12 + 1 ഡിവൈഡഡ് ബൈ 6 11 + 1 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 12/6 ഈക്വൽ ടു 2. സോ നമ്മൾ n ഈക്വൽ ടു 11 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ xnന് 2 എന്ന് കിട്ടി. സോ നമ്മുടെ നാച്ചുറൽ നമ്പർ 2 എന്നുള്ള ടേം ഈ ഒരു സീക്വൻസിലെ ടേം ആണ്. സോ അത് കിട്ടി. നമുക്ക് 3 നാച്ചുറൽ നമ്പർ, നെക്സ്റ്റ് നമ്പർ 3.
ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാന്ന് പറയൂ. എന്നിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഇവിടെ എന്നിന് ഏത് വാല്യൂ കൊടുക്കേണ്ടി വരും? ഇവിടെ നമുക്ക് എന്താ കിട്ടണ്ട്? 18 അല്ലേ? 18 ഡിവൈഡഡ് ബൈ 6 ചെയ്താലാണ് നമുക്ക് 3 എന്ന ആൻസർ കിട്ടും. ഇത് കൊളാക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഈ നാച്ചുറൽ നമ്പർ 3 എന്ന് കിട്ടണം. സോ എങ്ങനെ കിട്ടും? നമ്മൾ ഈ ഇവിടെ എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? n+1 എന്നുള്ള സ്ഥാനത്ത് നമുക്ക് 18 എന്ന് കിട്ടണം അല്ലേ? അപ്പൊ 18 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും. സോ ഇവിടെ എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? n = 17 അല്ലേ? 17 കൊടുത്താലാണ് 17 + 1 = 18 എന്ന് കിട്ടുക. സോ n = 17. അപ്പൊ നമുക്ക് xnന്റെ വാല്യൂ എന്ത് കിട്ടും? 17 + 1 divided by 6 = 18 divided by 6 = 3. സോ നമുക്ക് നാച്ചുറൽ നമ്പർ 3യും ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ നമ്പേഴ്സും ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്തായിരുന്നു? എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് പ്രൂവ് ചെയ്യായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ആ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു അല്ലെ? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ എന്ത് കണ്ടുപിടിച്ചു? ഓൾജിബ്രായിക് ഫോം കിട്ടി. അതായിരുന്നു xn = n+1 divided by 6. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എന്നിന് ഓരോ വാല്യൂസ് ഏത് വാല്യൂസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3 ഒക്കെ കിട്ടുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ഓരോ 1, 2, 3 ഒക്കെ കിട്ടി. സോ നമ്മൾ അങ്ങനെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന്, ഈ സീക്വൻസിൽ ടേമുകളാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് 4th ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 4th ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. Prove that the arithmetic sequence with first term 1/3 and common difference 2/3 contain all odd number and not even numbers. ആദ്യ പദം 1/3 പൊതുവ്യത്യാസം 2/3 ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്നും ഒരു ഇരട്ട സംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക. സോ എന്താണ് നമ്മുടെ 4th ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ ഒരു സീക്വൻസ്, നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ട് എന്നും ഈവൺ നമ്പേഴ്സ് ഒന്നും ഈ സീക്വൻസിൽ ഇല്ല എന്നും തെളിയിക്കണം. എന്താണ് ഈ ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സും എന്ന് പറഞ്ഞാല്? ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ അല്ലെ? അതായത് 1, 3, 5, 7 എക്സെട്ര. ഈവൻ നമ്പേഴ്സോ 2, 4, 6, 8 എക്സെട്ര. സോ ഓഡ് നമ്പേഴ്സ് ഒക്കെ ഈ സീക്വൻസിലെ ടേമുകളാണെന്നും ഈവൻ നമ്പേഴ്സ് ഒന്നും ഈ സീക്വൻസിലെ ടേമുകളല്ല എന്നുമാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് പ്രൂവ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രായിക് ഫോം, അതായത് ബീജഗണിത രൂപം. ഓക്കെ, അപ്പോൾ ഈ ഒരു സീക്വൻസ് നമുക്ക് എങ്ങനെയാണ് സീക്വൻസുകളുടെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുക? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഇക്വേഷൻ? xn = dn + f - d. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചൊരു ഇക്വേഷൻ ആണ് ഇത് അല്ലേ? ഇത് വെച്ച് നമ്മൾ ഒരുപാട് പ്രോബ്ലംസും ചെയ്തു. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. n നമുക്ക് അറിയില്ല, നമ്മൾ ഏത് ടേം ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ടേമിനാണ് നമ്മൾ, ആ വാല്യൂ ആണ് നമ്മൾ n കൊടുക്കാറ്. സോ നമുക്ക് ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം.
സോ ചെയ്ത് നോക്കൂ. xn ഈക്വൽ ടു എന്ത് വരും? xn ഈക്വൽ ടു d. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് 2/3 n പ്ലസ് ഫസ്റ്റ് ടേം 1/3 മൈനസ് കോമൺ ഡിഫറൻസ് 2/3. ഓക്കെ, നമുക്കിത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം. 2/3 n പ്ലസ് ഇതിന്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. സോ നമുക്ക് ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും? ഇവിടെ നോക്കൂ, ഇവിടെ -2ഉം +1ഉം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? വ്യത്യസ്ത ചിഹ്നങ്ങളാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന്, അതായത് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ സബ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യും? വലിയ സംഖ്യയുടെ ചിഹ്നം ഇടും. അതായത് 2വിൽ നിന്നും, വലിയ സംഖ്യയിൽ നിന്നും നമ്മൾ ആദ്യം ചെറിയ സംഖ്യ സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് 1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വലിയ സംഖ്യയുടെ ചിഹ്നം ഈ ആൻസറിൽ ഇട്ട് കൊടുക്കുക ചെയ്യാറ് അല്ലെ? ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നം -1 ആണ്. സോ -1 ആണ് ഇത് ചെയ്താൽ കിട്ടുന്നത്. സോ നമുക്ക് -1/3 എന്ന് എഴുതാം. ഇനി ഇത് ഇവിടെയും ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. സോ ജസ്റ്റ് 2n - 1 എന്ന് എഴുതാം, ഈക്വൽ ടു 2n - 1/3. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കിട്ടിക്കഴിഞ്ഞു. സോ xn ഈക്വൽ ടു 2n - 1/3. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കിട്ടി. ഇനി എന്താ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഓഡ് നമ്പേഴ്സ് ഈ ഒരു സീക്വൻസിലെ ടേമുകൾ ആണെന്നും ഈവൻ നമ്പേഴ്സ് ഈ സീക്വൻസിലെ ടേമുകൾ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം ഒന്ന് നോക്കൂ. എന്താണ്? 2n - 1/3 അല്ലേ? ഈ ഒരു നമ്മുടെ ഓൾജിബ്രായിക് ഫോം ഒന്ന് നോക്കൂ. എന്താണ്? 2n - 1/3. ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം. എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മൾ ഒരു നമ്പറിനെ, ഈ ഒരു ഏത് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പർ കൊടുക്കാം. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ഈവൺ നമ്പർ തന്നെയാണ് കിട്ടുക അല്ലേ? അതായത് ഇപ്പോൾ 2 × 1 ചെയ്താൽ നമുക്ക് 2 ആണ്. 2 × 2 ചെയ്താൽ നമുക്ക് 4 ആണ്. 2 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 6. 2 × 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8. അപ്പോൾ 2 കൊണ്ട് നമ്മൾ ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഈവൺ നമ്പറാണ് അല്ലേ? സോ ഇതൊരു 2 എന്ന് പറഞ്ഞാൽ ഒരു ഈവൺ നമ്പറാണ്. ഇനി നമ്മൾ ആ ഈവൺ നമ്പറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യാം, 1 കുറക്കുക. 1 കുറക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഓഡ് നമ്പർ അല്ലേ കിട്ടുക? അതായത് ഒരു ഈവൺ നമ്പറിൽ നിന്നും, ഇപ്പൊ ഇതൊക്കെ ഈവൺ നമ്പേഴ്സ് ആണ്. ഇനി നിങ്ങൾ ഈവൺ നമ്പേഴ്സിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യൂ. 4 - 1 = 3, 6 - 1 = 5, -1 ചെയ്യുമ്പോൾ =7. അപ്പൊ നമ്മൾ ഈ ഈവൺ നമ്പേഴ്സിൽ നിന്നൊക്കെ നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. സോ 2n - 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡ് നമ്പറിനെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ആ അതായത് ഒറ്റ സംഖ്യ, നമുക്ക് കിട്ടുന്നതൊക്കെ ഒറ്റ സംഖ്യ ആയിരിക്കും. ഇനി ആ ഒറ്റ സംഖ്യനെ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. ഒരിക്കലും നമുക്ക് കിട്ടില്ല, ഒരു ഈവൺ നമ്പർ കിട്ടില്ല. സോ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സീക്വൻസിലെ ടേമുകളൊന്നും തന്നെ ഈവൺ നമ്പർ ആവില്ല എന്ന് നമുക്ക് പറയാം അല്ലേ? മനസ്സിലായല്ലോ? xn = 2n - 1/3 ആണ് ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ ഒരു സീക്വൻസിൽ ഈവൺ നമ്പേഴ്സ് ഇല്ല എന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓഡ് നമ്പേഴ്സ് ഈ സീക്വൻസിലെ ടേമുകളാണ് എന്നാണ്. സോ പ്രൂവ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഓഡ് നമ്പർ 1 എന്നുള്ളതും ഈ സീക്വൻസിലെ ടേം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ എങ്ങനെ ചെയ്യാം? ഈ 2n - 1/3 ഈ 2n - 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? =1 എന്ന ആൻസർ കിട്ടണം. എങ്ങനെ കിട്ടും? 2n - 1ന്റെ സ്ഥാനത്ത് 3 ആയിരിക്കണം അല്ലേ? ഇവിടെ 3 ആണെങ്കിൽ 3 ÷ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
1 എന്ന് കിട്ടും. സോ ഇവിടെ 1 എന്ന് 3 എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഈ എന്നിന് നമ്മൾ ഏത് വാല്യൂ കൊടുക്കണം? എന്നിന് എന്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടുന്നത്? ഇപ്പോൾ 2n-1 3 എന്ന് കിട്ടാൻ നമ്മൾ എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? n ഈക്വൽ ടു 2 അല്ലേ? n ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ എന്ത് വരും? 2 × 2 - 1 ഈക്വൽ ടു 4 - 1 ഈക്വൽ ടു 3. ഓക്കെ, 3 കിട്ടുന്നില്ലേ? അപ്പൊ എന്നിന് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2n-1ന്റെ സ്ഥാനത്ത് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 3 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ എന്ത് വരും? 1 എന്നുള്ളത് ഒരു ഓഡ് നമ്പർ അല്ലേ? അത് ഈ സീക്വൻസിൽ ഉണ്ടെന്ന് കിട്ടി. സോ n ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? xn ഈക്വൽ ടു 2 × 2 - 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 4 - 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 3/3 ഈക്വൽ ടു 1. അപ്പൊ എന്നിന് 2 കൊടുക്കുമ്പോൾ നമുക്ക് 1 എന്നുള്ള വാല്യൂ കിട്ടി. 1 ഈ സീക്വൻസിലെ ടേം ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് 3 ഈ ഒരു സീക്വൻസിൽ ഓഡ് നമ്പർ നെക്സ്റ്റ് വരുന്നത് എന്താണ്? 3 അല്ലേ? അപ്പോൾ 1 ഇതിൽ ടേം ആണെന്ന് കിട്ടി. ഇനി നമുക്ക് 3 ഈ ഒരു സീക്വൻസിൽ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? n-1 ഡിവൈഡഡ് ബൈ 3, അതായത് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 3 എന്നുള്ള ആൻസർ അല്ല 3 എന്ന് കിട്ടണം. സോ 3 കിട്ടണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ അതായത് 2n-1 എന്ത് വരണം? 2n-1 ഈക്വൽ ടു ഇതിന്റെ സ്ഥാനത്ത് 9 എന്ന് വന്നാലാണ് നമുക്ക് 9 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന ആൻസർ കിട്ടുക അല്ലേ? 2n-1 9 ആവണമെങ്കിൽ നമുക്ക് എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? n ഈക്വൽ ടു ഏത് വാല്യൂ കൊടുക്കണം? n ഈക്വൽ ടു 5 അല്ലേ? n ഈക്വൽ ടു 5 എന്ന് കൊടുത്താലാണ് നമുക്ക് 2 × 5 - 1 ഈക്വൽ ടു 9 എന്ന് വരിക അല്ലേ? 10 - 1 ഈക്വൽ ടു 9 എന്ന് കിട്ടുന്നത്. സോ നമ്മൾ എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? n ഈക്വൽ ടു 5 എന്ന് കൊടുത്താൽ നമുക്ക് ആൻസർ 9 എന്ന് വരും. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നമ്മൾ n ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? xn ഈക്വൽ ടു 2 × 5 - 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 10 - 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 9/3 ഈക്വൽ ടു 3. സോ n നമ്മൾ 5 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. അപ്പൊ 3 എന്നുള്ള ഓഡ് നമ്പർ ഈ ഒരു സീക്വൻസിൽ ടേം ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഓഡ് നമ്പർ 5 ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് 5 എന്ന് കിട്ടാൻ എന്ത് വരണം? ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം? 5 എന്ന് ആൻസർ കിട്ടണം. അതായത് 2n-1 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 എന്ന് ആൻസർ കിട്ടണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്ത് വരണം? ഈ 2n-1 എന്നുള്ള സ്ഥാനത്ത് എന്ത് വരണം? 15 അല്ലേ? 15 വന്നാലാണ് 15 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 5 എന്ന് കിട്ടുള്ളൂ. സോ അപ്പൊ നമ്മൾ എന്നിന് ഏത് വാല്യൂ കൊടുത്താലാണ് നമുക്ക് ഈ ഓപ്പറേഷൻ 2n-1ന്റെ സ്ഥാനത്ത് 15 കിട്ടുക? n ഈക്വൽ ടു എന്ത് കൊടുക്കണം? n ഈക്വൽ ടു 8 അല്ലേ? അതായത് n ഈക്വൽ ടു 8 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് വരും? 2 × 8 - 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 16 - 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 5. സോ നമുക്ക് n ഈക്വൽ ടു 8 എന്ന് കൊടുത്തപ്പോൾ 5 എന്ന ആൻസർ കിട്ടി. 5 ഈ സീക്വൻസിലെ ടേം ആണെന്ന് കിട്ടി. സോ ഇങ്ങനെ നമ്മൾ n ഈക്വൽ ടു 2 കൊടുത്തപ്പോൾ നമുക്ക് xന് 1 എന്ന് കിട്ടി. n-ന് 5 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് 3 എന്ന നമ്പർ കിട്ടി. n ഈക്വൽ ടു 8 കൊടുത്തപ്പോൾ xn ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സും ഈ സീക്വൻസിൽ ഉണ്ടെന്ന് കിട്ടി. ഇങ്ങനെ നമ്മൾ n-ന് ഇനി 3 ആഡ് ചെയ്തു, വീണ്ടും 3 ആഡ് ചെയ്തിട്ടുള്ള നമ്പർ 11. നെക്സ്റ്റ് n ഈക്വൽ ടു 11 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് xn ഈക്വൽ ടു നെക്സ്റ്റ് ഓഡ് നമ്പർ ആയിട്ടുള്ള 7 എന്ന് കിട്ടും. ഇങ്ങനെ നമ്മൾ n-ന് 3 ആഡ് ചെയ്ത് ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്താൽ നമുക്ക് എല്ലാ ഓഡ് നമ്പേഴ്സും ഈ സീക്വൻസിലെ ടേമുകളാണെന്ന് കിട്ടും.
സോ നമ്മൾ എല്ലാ ഓഡ് നമ്പേഴ്സും ഈ സീക്വൻസിലെ ടേം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു സീക്വൻസിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ടായിരുന്നു. നമ്മളോട് ഇതിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഈ സീക്വൻസിൽ എല്ലാ ഓഡ് നമ്പേഴ്സും ഉണ്ടെന്നും ഒറ്റ ഈവൻ നമ്പേഴ്സ് ഇല്ല എന്നും പ്രൂവ് ചെയ്യാനായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു. ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ സീക്വൻസിൽ വെച്ചിട്ട് നമ്മൾ ഇതിൽ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, അതായത് 5th ക്വസ്റ്റ്യൻ. സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Prove that the squares of all terms. So ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Prove that the squares of all terms of arithmetic sequence 4, 7, 10 belong to the sequences. 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുക. ഓക്കെ, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. 4, 7, 10 എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ സീക്വൻസുകളുടെ വർഗം കാണാം. അതായത് എന്താണ് വർഗം എന്ന് പറഞ്ഞാൽ? എന്താണ്? സ്ക്വയേഴ്സ്. അതായത് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ 16, 7ന്റെ സ്ക്വയർ 49, 10ന്റെ സ്ക്വയർ 100. ഇങ്ങനെ ഈ സീക്വൻസുകളുടെ ടേമുകളുടെ സ്ക്വയേഴ്സ്, അതായത് ഇങ്ങനെ ഒരു സീക്വൻസ് കിട്ടും. ഈ നമ്പേഴ്സ് ഒക്കെ, അതായത് ഈ ടേംസുകളൊക്കെ 16, 49, 100 ഒക്കെ ഈ ഒരു സീക്വൻസിലെ ടേമുകളാണ് എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. സോ ഈ ഒരു സീക്വൻസിന്റെ ഡി എന്താണ്? ഡി ഈക്വൽ ടു 7 മൈനസ് 4. 7 മൈനസ് 4 ഈക്വൽ ടു 3. അപ്പോൾ ഡി ഈക്വൽ ടു 3 ആണ്. ആൻഡ് ഫസ്റ്റ് ടേം എന്താണ്? ഈക്വൽ ടു 4 ആണ്. സോ നമുക്ക് ഈ സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് ചെയ്ത് നോക്കൂ. xn ഈക്വൽ ടു 3n പ്ലസ് 4 മൈനസ് 3 ഈക്വൽ ടു എന്ത് വരും? 3n പ്ലസ് 1 അല്ലേ? 4 മൈനസ് 3, 3n 1 കിട്ടും, 3n പ്ലസ് 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾജിബ്രായിക് ഫോം. സോ നമുക്ക് ഈ ഒരു സീക്വൻസിന്റെ എന്ത് കിട്ടി? ഓൾജിബ്രായിക് ഫോം കിട്ടി. ഇനി നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ സീക്വൻസിന്റെ വർഗങ്ങൾ, അതായത് 16, 49, 100 ഈ സീക്വൻസിന്റെ വർഗങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ ഈ ടേമുകളൊക്കെ ഈ സീക്വൻസിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ നമുക്ക് ആദ്യം ഈ ഒരു നമ്മുടെ ഓൾജിബ്രായിക് ഫോം xn ഈക്വൽ ടു എന്താ കിട്ടിയത്? 3n പ്ലസ് 1. ഇതെന്താ മീൻ ചെയ്യുന്നത്? അതായത് ഈ സീക്വൻസിലെ എല്ലാം ടേമുകളെ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ടേമിന് ആ പദങ്ങളെ ഡിവൈഡഡ് ബൈ 3 ഹരിക്കണം 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ശിഷ്ടം എന്ത് കിട്ടും? 1 കിട്ടുമെന്നാണ് ഇത് മീൻ ചെയ്യുന്നത് അല്ലേ? സോ നോക്കൂ, ഇവിടെ 4 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? റിമൈൻഡർ 1 എന്ന് കിട്ടും അല്ലെ? 4 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ഈക്വൽ ടു 1. ആർ എന്ന് പറഞ്ഞ റിമൈൻഡർ എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. റിമൈൻഡർ അതായത് ശിഷ്ടം 1 എന്ന് കിട്ടും. അതുപോലെ 7 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതേപോലെ 10 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ഇവിടെ നോക്കൂ, 16 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റിമൈൻഡർ വരിക? റിമൈൻഡർ ഈക്വൽ ടു 1 എന്ന് കിട്ടും.
അതേപോലെ 49 ഡിവൈഡഡ് ബൈ 3 ചെയ്താലും നമുക്ക് റിമൈൻഡർ 1 എന്ന് കിട്ടും. അതേപോലെ 100 ഡിവൈഡഡ് ബൈ 3 ചെയ്താലും നമുക്ക് റിമൈൻഡർ 1 എന്ന് കിട്ടും. സോ ഈ ടേമുകളൊക്കെ ചെയ്ത് ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. സോ ഈ ടേമുകളൊക്കെ തന്നെ എന്താണ്? ഈ സീക്വൻസിലെ ടേമുകളാണ് അല്ലെ. ഇതിന്റെ പ്രോപ്പർട്ടി ഇതിനും സാറ്റിസ്ഫൈഡ് ആണ്. സോ അതുകൊണ്ട് ഇതിന്റെ വർഗ്ഗങ്ങളും ഈ സീക്വൻസിലെ ടേമുകളാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സോ നമുക്കിനി ഈ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ സ്ക്വയർ ചെയ്യാം, അതായത് വർഗ്ഗം കാണാം. എന്ത് വരും? xn സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 3n+1 സ്ക്വയർ അല്ലെ. അതായത് ഇവിടെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണ്? ഇതൊരു a+b ദ ഹോൾ സ്ക്വയറിന്റെ ഫോമിലാണ് കിടക്കുന്നത് അല്ലെ. a എന്ന് പറയുന്നത് 3n, ഇവിടുത്തെ a എന്ന് പറയുന്നത് 3n ആണ്, b എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. a+b ദ ഹോൾ സ്ക്വയർ എന്തായിരുന്നു? ഓർത്ത് നോക്കൂ. a+b ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലേ. സോ a+b ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ a എന്ന് പറയുന്നത് എന്താണ്? 3n-ഉം b എന്ന് പറയുന്നത് 1-ഉം. നമുക്ക് ഈ ഇക്വേഷൻ അപ്പൊ ഇത് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു 9, അതായത് a സ്ക്വയർ എന്ന് പറയുമ്പോൾ 3n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ab. എന്താണ്? a 3n-ഉം 1. അപ്പൊ എന്ത് വരും? ഇൻറ്റു 3n ഇൻറ്റു 1 പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് വരും? 3n സ്ക്വയർ എന്ന് പറയുമ്പോൾ 9n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n എന്ത് വരും? 6n പ്ലസ് 1 ഈക്വൽ ടു. ഇനി നമുക്ക് ഈ ടേമിൽ നിന്നും 2 ടേമിൽ നിന്നും നമുക്ക് 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. അപ്പൊ എന്ത് വരും? 3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 3n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1. സോ നോക്കൂ, xn-ഉം അതിന്റെ വർഗവും ഇതിന്റെ രണ്ടിന്റെയും ഫോമുകൾ രണ്ടും സെയിം ഫോമിലാണ് കിടക്കുന്നത്. 3n+1 ഇവിടെ എന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 3n സ്ക്വയർ പ്ലസ് 2n. അപ്പൊ രണ്ടും ഒരേ ഫോമിലാണ്. അതായത് ഇതിന്റെ മീനിങ് എന്താണ്? ഇവിടുത്തെ ഏത് നമ്പേഴ്സിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. സോ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ സീക്വൻസിലെ ഈ ടേമുകളുടെ വർഗ്ഗങ്ങളെല്ലാം ഈ സീക്വൻസിലെ ടേമുകളാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ നമുക്ക് ഇനി നെക്സ്റ്റ് 6th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. പ്രൂവ് ദാറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11 contains no perfect square. അതായത് 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തെളിയിക്കുക. സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. എന്താണ് സീക്വൻസ്? 5, 8, 11 എക്സെട്ര. അങ്ങനൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ, അതായത് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എന്താണ് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാല്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അഥവാ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയും. എന്താണ് അങ്ങനെ പറഞ്ഞാല്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സ് വരിക? 1, 4, 9, 25, 36 എക്സെട്ര അല്ലേ. ഇതല്ലേ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത് 1-ന്റെ സ്ക്വയർ, 2-ന്റെ സ്ക്വയർ, 3-യുടെ സ്ക്വയർ, 4-ന്റെ സ്ക്വയർ, 5-ന്റെ സ്ക്വയർ. നാച്ചുറൽ നമ്പേഴ്സിന്റെ എന്താണ്? സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങൾ അല്ലേ. 1, 4, 9, 25, 36. ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയാറ്, അതായത് പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയാറ്. സോ ഈ നമ്പേഴ്സ് ഒന്നും തന്നെ ഈ ഒരു സീക്വൻസിലെ ടേമുകളല്ല എന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. സോ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കൂ. xn ഈക്വൽ ടു എന്ത് വരും? കോമൺ ഡിഫറൻസ് എന്താണ്? ഈ ഒരു സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 8 മൈനസ് 5 ഈക്വൽ ടു 3. സോ 3n പ്ലസ് ഫസ്റ്റ് ടേം 5 മൈനസ് 3 ഈക്വൽ ടു 3n പ്ലസ് 2. സോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു. xn ഈക്വൽ ടു 3n പ്ലസ് 2. സോ നമുക്ക് ഈ ഒരു സീക്വൻസിന്റെ എന്ത് കിട്ടി? ഓൾജിബ്രായിക് ഫോം കിട്ടി. എന്താണ്? 3n പ്ലസ് 2. ഇനി ഈ xnന്റെ മീനിങ് എന്താണ്? അതായത് ഈ ഓൾജിബ്രായിക് ഫോമിന്റെ മീനിങ് എന്താണ്? 3n പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? ഈ സീക്വൻസിലെ ടേമുകളൊക്കെ തന്നെ നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ, അതായത് ശിഷ്ടം 2 കിട്ടണം. അതാണ് ഈ ഒരു സീക്വൻസിലെ ടേമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? 5 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അതേപോലെ 8 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. 11 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 എന്ന് കിട്ടും. അങ്ങനെ ഏത് ടേമിനെയും, ഈ സീക്വൻസിലെ ഏത് ടേമിനെയും നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 എന്ന് കിട്ടണം. അതാണ് ഈ ഒരു സീക്വൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ, അതായത് ഈ നമ്പേഴ്സ് അതായത് 1, 4, 9, 25, 36 എന്നുള്ള ഈ ഒരു നമ്പറിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് പറയാം. ഇവരൊക്കെ ഈ ഒരു സീക്വൻസിലെ ടേം ആണെന്ന് പറയാം. കിട്ടുന്നില്ലെങ്കിൽ ഇവരൊന്നും ഈ സീക്വൻസിലെ ടേമുകളല്ല. സോ ചെയ്ത് നോക്കൂ. 1 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നുണ്ടോ? അതേപോലെ 4 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നുണ്ടോ? അതേപോലെ 9 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നുണ്ടോ? അങ്ങനെ ഓരോ നമ്പേഴ്സും എടുത്ത് ചെക്ക് ചെയ്യണം. സോ ഇതൊന്നും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതൊന്നും എന്തല്ല, ഈ ഒരു ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നില്ല അല്ലേ? നിങ്ങളിത് ഓരോന്നും എടുത്ത് ചെയ്ത് നോക്കണം. സോ നമുക്ക് ഇതൊന്നും തന്നെ എന്ത് ചെയ്യില്ല, ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 2 കിട്ടില്ല. സോ അതുകൊണ്ട് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഒന്നും തന്നെ ഈ ഒരു സീക്വൻസിലെ ടേമുകളാവില്ല. സോ ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഓരോ ടേംസും എടുത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചാൽ മതി. 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം, റിമൈൻഡർ 2 കിട്ടുന്നില്ലെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, അതായത് 7th ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 7th ക്വസ്റ്റ്യൻ. Write the all numbers in the arithmetic sequence 11 by 8, 14 by 8, 17 by 8. Do they form an arithmetic sequence? അതായത് 11 by 8, 14 by 8, 17 by 8 എന്ന സമാന്തര ശ്രേണിയിലെ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണോ? സോ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്കിവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, 11 by 8, 14 by 8, 17 by 8. ഈ ഒരു സീക്വൻസിൽ മൊത്തം എന്താണ്? ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ? ഈ സീക്വൻസിൽ ഓൾ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് എഴുതാൻ. ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണസംഖ്യാ പദങ്ങൾ, അതായത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് 0, അതായത് 0, 1, 2, 3, 4 അങ്ങനെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സ്, എല്ലാ എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ ഓൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു സീക്വൻസിന് ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുവ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കണം. സോ ഡി ഈക്വൽ ടു എന്ത് വരും? 14 by 8 മൈനസ് 11 by 8 ഈക്വൽ ടു എന്ത് വരും?
3/8. 14 minus 11 ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റേഴ്സ് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 3/8 എന്ന് വരും. കോമൺ ഡിഫറൻസ് 3/8 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം നമുക്ക് ഇവിടെ അറിയാം എന്താണ് 11/8 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. xn ഈക്വൽ ടു ഡി കോമൺ ഡിഫറൻസ് എന്തായിരുന്നു 3/8 n പ്ലസ് ഫസ്റ്റ് ടേം 11/8 മൈനസ് കോമൺ ഡിഫറൻസ് 3/8 ഈക്വൽ ടു 3/8 അതേപോലെ എഴുതി 3/8n പ്ലസ് 11 മൈനസ് 3 8/8 എന്ന് വരും. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്ത് എഴുതി ഈക്വൽ ടു 3/8n പ്ലസ് 1. സോ ഇതാണ് ഈ ഒരു സീക്വൻസിന്റെ എന്ത് ഓൾജിബ്രായിക് ഫോം. ഈ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രായിക് ഫോം കിട്ടി, അതായത് എന്ത് ബീജഗണിത രൂപം കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും ഏതൊക്കെ ഇനി ഇതിൽ ഏതൊക്കെ ഓൾ നമ്പേഴ്സ് ആണ് വരുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഓൾ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ, അതായത് ഈ ഒരു എക്സ്പ്രഷനിൽ, അതായത് ഈ ഒരു 3/8n പ്ലസ് 1 എന്നുള്ള ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓൾ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? ഇവിടെ നോക്കൂ, ഇവിടെ അത് ഡിവൈഡഡ് ബൈ 8 ആണ്, അതായത് ഡിനോമിനേറ്ററിൽ 8 ആണ് ഉള്ളത്. സോ ഈ 3n എന്നുള്ളത് ഇവിടെ നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾസ് വന്നാലേ നമുക്കിത് പൂർണ്ണമായിട്ട്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുള്ളൂ അല്ലെ. ഡിവൈഡ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു ഹോൾ നമ്പർ കിട്ടുള്ളൂ. ആൻസർ ഒരു ഹോൾ നമ്പർ കിട്ടുകയാണ് വേണ്ടത്. സോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ അതുകൊണ്ട് ഈ ന്യൂമറേറ്റർ എന്തായിരിക്കണം? 8ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, അതായത് 8ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ 8ന്റെ ഗുണിതമാവണമെങ്കിൽ നമുക്ക് എന്നിന് എന്തായാലും ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ? n ഈക്വൽ ടു 8, അതുപോലെ നെക്സ്റ്റ് 16. അങ്ങനെ നമുക്ക് 8ന്റെ ഗുണിതങ്ങൾ മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, എന്നിന് കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യം n ഈക്വൽ ടു ഏത് വാല്യൂ കൊടുക്കാം? n ഈക്വൽ ടു 8 എന്ന് കൊടുക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ 8 കൊടുത്തത്? കാരണം ഡിനോമിനേറ്ററിൽ 8 ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ 8ന്റെ മൾട്ടിപ്പിൾസ് ആവാൻ വേണ്ടിയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ n ഈക്വൽ ടു 8 എന്ന് ആദ്യം കൊടുക്കുന്നത്. സോ n ഈക്വൽ ടു 8 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വരും? xn ഈക്വൽ ടു 3 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1. അപ്പോൾ 3 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് 24 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1 ഈക്വൽ ടു 3 പ്ലസ് 1 ഈക്വൽ ടു 4. സോ നമ്മൾ എന്നിന് 8 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് xn ഈക്വൽ ടു 4 എന്ന് കിട്ടി. Therefore n ഈക്വൽ ടു 8 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് xn ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ n ഈക്വൽ ടു ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നെക്സ്റ്റ് നമ്പർ കിട്ടാൻ, ഹോൾ നമ്പർ കിട്ടാൻ വേണ്ടി നമുക്ക് ഏത് വാല്യൂ കൊടുക്കണം? എന്നിന് n ഈക്വൽ ടു 16 അല്ലേ? 8ന്റെ മൾട്ടിപ്പിൾ ആണ് കൊടുക്കേണ്ടത്. സോ n ഈക്വൽ ടു 16 അല്ലേ? സോ xn എന്ത് വരും? xn ഈക്വൽ ടു 3 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1. ചെയ്ത് നോക്കൂ എന്ത് വരും? 3 ഇൻറ്റു 16 ചെയ്യുമ്പോൾ നമുക്ക് 48 ആണ് വരിക. 48 നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. 48 പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും? 6 പ്ലസ് 1 ഈക്വൽ ടു 7. 48 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1 ഈക്വൽ ടു 6 പ്ലസ് 1 ഈക്വൽ ടു 7. അപ്പം നമ്മൾ എന്നിന് 16 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് xന്റെ വാല്യൂ എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. Therefore xn ഈക്വൽ ടു 7. ഇനി നമ്മൾ നെക്സ്റ്റ് എന്നിന് ഏത് വാല്യൂ കൊടുക്കണം? n ഈക്വൽ ടു 24, അതായത് 8ന്റെ മൾട്ടിപ്പിൾ കൊടുത്തു. അപ്പോൾ നമ്മൾ xn ഈക്വൽ ടു എന്ത് വരും? 3 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 8 ചെയ്യുക. ഈ ഇക്വേഷനിൽ കൊടുക്കുക പ്ലസ് 1 എന്ത് വരും? ഈക്വൽ ടു 3 ഇൻറ്റു 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 ആണ് വരിക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 72 ഡിവൈഡഡ് ബൈ 8 പ്ലസ് 1 ഈക്വൽ ടു എന്ത് വരും? 9 പ്ലസ് 1 ഈക്വൽ ടു 10. സോ നമ്മൾ n ഈക്വൽ ടു 24 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? xn ഈക്വൽ ടു 10 എന്ന് കിട്ടും. സോ xn ഈക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പോൾ സോ നമുക്ക് കിട്ടുന്ന സീക്വൻസ് എന്താണ്?
4 7 10 എക്സെട്ര. അങ്ങനെ നമ്മൾ എന്നിന് നെക്സ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എക്സിന് നെക്സ്റ്റ്, അതായത് എന്നിൻ്റെ സോ നമുക്ക് കിട്ടുന്ന സീക്വൻസ് ഇതാണ് 4 7 10 എക്സെട്ര. ഇങ്ങനെ നമ്മുടെ സീക്വൻസ് പോകും. ഇങ്ങനെ ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വാല്യൂ നമ്പർ ആയിട്ടുള്ള എക്സെന് കിട്ടും. സോ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കൂടിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ വരുന്നത്, 3 ആണ് അല്ലേ. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസും ആണ്. സോ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മളോട് ഈ ഒരു സീക്വൻസിൽ വോൾ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാനായിരുന്നു. അപ്പോൾ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ വോൾ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസും ആണ്. സോ ഇന്ന് നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ടോപ്പിക് സംസ് ആൻഡ് ടേംസ് എന്ന സെക്ഷൻ പഠിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.